പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ ആമേൻ. ഇരിക്കാം. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് നമ്മൾ വയോജന ഞായറാഴ്ചയായി ആചരിക്കുകയാണ്. ഇന്ന് ഈ ആരാധനയിൽ ദൈവവചനം പ്രസംഗിക്കണമെന്ന് വന്യ ഇടവികാരി അച്ഛന് എന്നോട് പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഞാനും ഒരു വയോധികനാണെന്ന് അച്ഛന് ബോധ്യം ഉണ്ട് എന്ന്. അതുകൊണ്ട് ഇന്ന് ഈ ആരാധനയിൽ സംബന്ധിക്കുന്ന എല്ലാ വന്യരായിട്ടുള്ള സീനിയേഴ്സ് എൻ്റെ പ്രത്യേക അഭിവാദനങ്ങൾ അറിയിക്കുന്നു. ഇന്ന് നമ്മളുടെ ജീവിതത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കുന്ന സമയമാണ്. ദൈവത്തിന് നന്ദി പറയുന്ന സമയമാണ്. ദൈവം നടത്തിയ വഴികളെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്ന സമയമാണ്. ഇന്ന് നമുക്ക് വായിക്കാനായിട്ട് തന്നിട്ടുള്ള വേദഭാഗങ്ങളെല്ലാം തന്നെ വയോധികരായിട്ടുള്ള ആളുകളെ പരാമർശിക്കുന്ന വേദഭാഗങ്ങളായിരുന്നു. നമ്മൾ ശ്രദ്ധിച്ചു എന്ന് ഞാൻ വിചാരിക്കുന്നു. അബ്രഹാം പിതാവിൻ്റെ കാര്യമാണ് പഴയ നിയമത്തിൽ വായിച്ചത്. എന്നാൽ അദ്ദേഹത്തോട് ചേർന്ന് അദ്ദേഹത്തിൻ്റെ കാര്യവിചാരകനായിരുന്ന ഒരു മൂപ്പൻ, അദ്ദേഹവും പ്രായമായ മനുഷ്യനായിരുന്നു, അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു. അതിനുശേഷം ലേഖനത്തിൽ പ്രത്യേകിച്ച് യുനീക്കിയായെക്കുറിച്ച് പറയുന്നു, ലോവീസിനെ കുറിച്ച് പറയുന്നു, അമ്മയും വല്യമ്മയും. സുവിശേഷം വായിക്കുമ്പോൾ വളരെ പ്രായമുണ്ടായിരുന്ന സക്രിയ പുരോഹിതൻ, അദ്ദേഹത്തിൻ്റെ ഭാര്യ എലിസബത്ത്, ഇവരെല്ലാം വന്യ വയോധികരായി. സങ്കീർത്തനത്തിൽ 92-ാം സങ്കീർത്തനത്തിൽ നമ്മൾ ഓർത്തു, വാർദ്ധക്യം അനുഗ്രഹീതമാണ്, വാർദ്ധക്യത്തിലും ഫലം കായ്ക്കുന്നവരാണ് എന്ന് സങ്കീർത്തനക്കാരൻ ഉറക്കെ വിളിച്ചു പറയുന്നുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ വയോധികരെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ മാധ്യമങ്ങളിൽ, പ്രത്യേകിച്ച് സമൂഹ മാധ്യമങ്ങളിലൊക്കെ പ്രചരിക്കുന്നുണ്ട്. എങ്ങനെയാണ് പ്രായമുള്ള ഒരാൾ ജീവിക്കേണ്ടത്, ഒരു പ്രായം ചെല്ലുമ്പോൾ വീട്ടുകാര്യങ്ങളൊക്കെ എങ്ങനെ നോക്കണം, പ്രത്യേകിച്ച് സാമ്പത്തിക കാര്യങ്ങൾ, വസ്തുപരമായ കാര്യങ്ങൾ, ആരോഗ്യപരമായ കാര്യങ്ങൾ, വീഴാതൊക്കെ എങ്ങനെ സൂക്ഷിക്കണം, ഇതൊക്കെ ഒരുപാട് ആരോഗ്യപരമായ കാര്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നു. അപ്പോൾ എങ്ങനെയാണ് ഒരു പ്രായമുള്ള വ്യക്തി നന്നായി ജീവിക്കേണ്ടത് എന്ന് ഈ ആധുനിക ജീവിതത്തിൻ്റെ പശ്ചാത്തലത്തിൽ നമുക്ക് പറഞ്ഞു തരുന്ന ഒരുപാട് ആളുകളുണ്ട്. എന്നാൽ പ്രായമുള്ള ആളുകളെ, അവരെ എന്തുകൊണ്ട് ബഹുമാനിക്കണം എന്നുള്ളതാണ് ഇന്ന് നമ്മളുടെ ധ്യാന വിഷയം. പ്രായമുള്ളവരെ ബഹുമാനിക്കുന്നത് ആരാണ്? പ്രായമുള്ളവരെ ബഹുമാനിക്കേണ്ടത് പുതിയ തലമുറയാണ്, യുവജനങ്ങളാണ്, കുഞ്ഞുങ്ങളാണ്. എന്തുകൊണ്ട് അവരെ ബഹുമാനിക്കണം എന്നുള്ളൊരു ചോദ്യം. ഈ ആധുനിക സമൂഹത്തിൽ പ്രായമാകുന്നവരെക്കുറിച്ച് ഇപ്പോഴും പാശ്ചാത്യ ലോകത്തിൽ, നമ്മുടെ നാട്ടിലൊക്കെ അങ്ങനെ വലിയ ഒരു ബഹുമാനമുണ്ട് എന്ന് തോന്നുന്നില്ല. കാരണം ഇന്നത്തെ സമൂഹം എല്ലാവരും തന്നെ
ചെറുപ്പമായിരിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ടാണല്ലോ പാശ്ചാത്യ നാടുകളിലെ പോലെ യൂറോപ്യൻ സംസ്കാരം അനുസരിച്ച് നമ്മുടെ നാട്ടിലും ഈ തലയൊക്കെ നരയ്ക്കുമ്പോൾ നമ്മൾ ചായം തേക്കുന്നത്. അത് നമ്മുടെ ഇപ്പോഴും യുവാവാണ് എന്ന് സമൂഹത്തെ ബോധ്യപ്പെടുത്താൻ ചെയ്യുന്ന ഒരു കാര്യമാണ്. ഒരുപക്ഷെ അതൊരു കോസ്മെറ്റിക് ഇൻഡസ്ട്രിയുടെ ഭാഗമായിരിക്കും. കുറച്ച് നാൾ മുമ്പ് ഞാനും എൻ്റെ തലയിൽ ചായം തേക്കുമായിരുന്നു. അപ്പോൾ എൻ്റെ ഭാര്യ കൊച്ചമ്മേനോട് പറഞ്ഞ പരിപാടി വേണ്ട, തലമുടി നരച്ചിരിക്കുന്നതാണ് നല്ലത്. അപ്പോൾ അന്ന് ഞാൻ ഈ ചായം തേക്കുന്നത് നിർത്തി. അതായത് ഞാൻ പറയാനായിട്ട് ആഗ്രഹിച്ചത് യുവജനങ്ങളോടാണ്. യുവത്വമാണ് ഇന്നത്തെ ലോകം അംഗീകരിക്കുന്നത്. കാരണം വളരെ എനർജറ്റിക് ആയിട്ടുള്ള ഒരു സമൂഹം എന്ന് പറയുന്നത് യുവജനങ്ങളാണ്. അതുകൊണ്ടാണല്ലോ ബൈഡന് മത്സരിക്കാൻ വന്നപ്പോൾ ജനങ്ങളെല്ലാം അവരുടെ പാർട്ടി തന്നെ എതിർത്തത്. അദ്ദേഹം 80+ ആയി. അതുകൊണ്ട് അത്രയും ആളെ നമുക്ക് വേണ്ട, ചെറുപ്പക്കാരൻ വേണം. കാരണം ചെറുപ്പക്കാരാണെങ്കിൽ കുറച്ചുകൂടെ എനർജറ്റിക്കായിട്ട് കാര്യങ്ങൾ പോകും. ഇന്ന് നമുക്ക് ധ്യാനത്തിനായിട്ട് തന്നിരിക്കുന്ന വിഷയം ദ വിസ്ഡം ഓഫ് ദി എൽഡർലി, അതായത് വയോജനങ്ങളുടെ അറിവ് അല്ലെങ്കിൽ പാണ്ഡിത്യം എന്നുള്ളതാണ്. ഞാൻ മുമ്പേ ചോദിച്ചു, എന്തുകൊണ്ട് വയോജനങ്ങളെ ആദരിക്കണം? അതിന് ഒരു കാരണം ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് അവരുടെ പാണ്ഡിത്യമാണ്, അവരുടെ അറിവാണ്, അവരുടെ ജ്ഞാനമാണ്. അപ്പോൾ ഇത് അങ്ങനെ ആകുന്നുവോ എന്ന് ചോദിച്ചാൽ ബൈബിൾ പറയുന്നുണ്ട് അങ്ങനെയാണ്. ഇയ്യോബിൻ്റെ പുസ്തകം 12-ാം അധ്യായം 12-ാമത്തെ വാക്യം, ഒരു വാക്യം അവിടെ ഉള്ളത് എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: വൃദ്ധന്മാരുടെ പക്കൽ ജ്ഞാനവും വയോധികന്മാരിൽ വിവേകവും ഉണ്ട്. വൃദ്ധന്മാരുടെ പക്കൽ ജ്ഞാനവും വയോധികന്മാരിൽ വിവേകവുമുണ്ട്. അപ്പോൾ യുവജനങ്ങളായിട്ട് ഇന്ന് പള്ളിയിൽ എന്നെ കേൾക്കുന്ന ആളുകൾ, നിങ്ങൾക്ക് മനസ്സിലായല്ലോ, ഞങ്ങളൊക്കെ കുറച്ച് വിവരമുള്ളവരാണ് വേദപുസ്തകത്തിൻ്റെ വെളിച്ചത്തിൽ. അതുകൊണ്ട് അവരെ ആദരിക്കണം, ബഹുമാനിക്കണം. പൗലോസ് അപ്പോസ്തലൻ ലേഖനം എഴുതുമ്പോൾ തിമോത്തിയോസിനോട് പറയുന്ന ആ ലേഖനത്തിൽ എഴുതിയിരിക്കുന്നു, നിങ്ങൾ, തിമോത്തിയോസിനോട് പ്രത്യേകിച്ച് എടുത്ത് പറയും, നിങ്ങൾ പൂർവന്മാരുടെ ദൃഷ്ടാന്തം അനുകരിക്കണം. ഇപ്പം വായിച്ച് നമ്മൾ അല്പം മുമ്പ് കേട്ടതാണ്. എന്തൊക്കെയാണ് എന്നുള്ളത് തുടർന്ന് വായിക്കുന്നുണ്ട്. നിങ്ങൾ പൂർവന്മാരുടെ ദൃഷ്ടാന്തം. അപ്പോൾ അതാണ് ഇന്ന് നമ്മളെ മനസ്സിൽ നമ്മൾ ചിന്തിക്കേണ്ട, കരുതേണ്ട ഒരു കാര്യം. പ്രത്യേകിച്ച് ഈ യുവജനങ്ങളായിട്ടുള്ള ആളുകൾ, അവരാണ് ഇത് കേൾക്കേണ്ടതും മനസ്സിലാക്കേണ്ടതും. ഇവിടെ ഇരിക്കുന്ന പ്രായമുള്ളവരെ കുറിച്ചാണ് പറയുന്നത്, അവരോടുള്ള ഒരുപാട് കാര്യങ്ങൾ പലപ്പോഴും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അവരെങ്ങനെ ജീവിക്കണം, പ്രവർത്തിക്കണം, ദൈവത്തിലെങ്ങനെ ആശ്രയിക്കണം, അവരുടെ ആത്മീയമായ ജീവിതത്തിൽ എന്തെല്ലാം ചെയ്യണം എന്നൊക്കെ വേറൊരു പ്രധാനപ്പെട്ട വിഷയമാണ്. എന്നാൽ നമ്മളോട് പറയുന്നത്, ഇന്ന് സഭയോട് പറയുന്നത്, നിങ്ങൾ വയോധികരുടെ ജ്ഞാനം അത് മുഖ്യമാണ്, അത് നിങ്ങൾ സ്വീകരിപ്പാൻ തയ്യാറാവണം. ലിസൺ ടു ദി എൽഡർലി. അപ്പോൾ നമ്മൾ ആ ഒരു കാര്യം ഇന്ന് നമ്മൾ അടിവരയിട്ട് ചിന്തിക്കുകയാണ്. അപ്പോൾ 2-3 കാര്യങ്ങൾ പറയാനായിട്ടുള്ളത്, ഈ വയോധികരായിട്ടുള്ള ആളുകളുടെ അറിവ് എന്ന് പറയുന്നത് വളരെ ആഴമുള്ളതാണ്. അത് വളരെ അധികമായിട്ട് അവരുടെ ജീവിതത്തിലൂടെ അവർ നേടിയെടുത്തതാണ്. പ്രായമാകുന്തോറും അറിവ് വർദ്ധിക്കുന്നു. വിത്ത് ഏജ് കംസ് വിസ്ഡം എന്നൊരു ചൊല്ലുണ്ടല്ലോ. ഒരു ചെറുപ്പക്കാരിലുള്ളതിലും കൂടുതൽ ജ്ഞാനം പ്രായമാവുമ്പോൾ അവർക്ക് ഉണ്ട്. കാരണം അവരുടെ ജീവിതത്തിൽ അവർ ഒരുപാട് അനുഭവങ്ങൾ കൂടെ കടന്നുപോയവരാണ്. ഒരു
60 വർഷം, 70 വർഷം, അല്ലെ 80 വർഷം, അല്ലെങ്കിൽ 100 വർഷം. 100 വർഷം എന്ന് പറയാനായിട്ട് കാരണം നമ്മുടെ ഇടവയിൽ അച്ഛനായിരുന്ന വെരി റവറൻ മാത്യു അച്ഛൻ, ഇവിടെ പ്രായമുള്ളവർ ഓർക്കുന്നുണ്ടാവും. അദ്ദേഹത്തിന് നാളെ സെപ്റ്റംബർ 30 100 വയസ്സാകുക. അപ്പോൾ അദ്ദേഹത്തിന് പ്രത്യേകിച്ച് ആദരിക്കുന്നൊക്കെയുണ്ട്. ഞാനും വിളിച്ച് ആദരിക്കാനുള്ള ക്രമീകരണം ചെയ്തിട്ടുണ്ട്. 100 വയസ്സാകുക. നമ്മുടെ ഇടവയിൽ 80 മേൽ എത്ര പേരുണ്ടെന്ന് എനിക്കറിയില്ല, ഒരുപക്ഷെ അതിൻ്റെ കണക്ക് ഇവിടെ ഉണ്ടാവാം. അപ്പോൾ ഈ 80 വയസ്സ് വരെ ജീവിച്ചിരുന്ന ആളുകൾ അവരുടെ ജീവിതത്തിൽ ഒരുപാട് അനുഭവങ്ങൾ കൂടെ കടന്നുപോയവരാണ്. ഒരുപക്ഷെ വിജയത്തിൻ്റെ കഥകളുണ്ടാവാം, പരാജയത്തിൻ്റെ കഥകളുണ്ടാവാം, സന്തോഷത്തിൻ്റെ അനുഭവങ്ങളുണ്ടാവാം, ദുഃഖത്തിൻ്റെ അനുഭവങ്ങളുണ്ടാവാം. അപ്പോൾ ജീവിതത്തിൻ്റെ പല നിർണായ ഘട്ടങ്ങളിലൂടെ കടന്നുപോയവരാ വയോധികർ. അവർക്ക് ഉള്ള ജീവിത അനുഭവം എന്ന് പറയുന്നത് സമാനതകളില്ലാത്ത അനുഭവമാണ്. അതിനോട് തുല്യപ്പെടുത്താൻ ഒന്നുമില്ല, അതുല്യമായിട്ടുള്ള യുണീക്ക് എക്സ്പീരിയൻസാണ്. ഇവിടെ ഇരിക്കുന്ന ഇത്രയും പ്രായമുള്ള എൽഡർലി ആയിട്ടുള്ള ആളുകളോട് ചോദിച്ചാൽ അവരുടെയൊക്കെ ജീവിത അനുഭവങ്ങൾ ഒരുപാടുണ്ട്. പലതും വ്യത്യസ്തമായിട്ടുള്ള അനുഭവങ്ങളാണ് അവർക്കുള്ളത്. അവരുടെ ആ അനുഭവങ്ങളിലൂടെ അവർ നേടിയെടുത്ത കാഴ്ചപ്പാട് വളരെ വിലപ്പെട്ടതാണ്. അത് പുതിയ തലമുറ മനസ്സിലാക്കണം. അതിലെ മുഖ്യമായിട്ടുള്ള ഒരു കാര്യം ഈ പ്രായമുള്ളവർ മനസ്സിലാക്കിയതെന്ന് ഞാൻ കരുതുന്നത്, അവർ നേടിയെടുത്ത ഈ തിയററ്റിക്കലായിട്ടുള്ള അറിവ്, അതായത് പുസ്തകങ്ങളിലൂടെയും അല്ലാതെയൊക്കെ നേടിയെടുക്കുന്ന അറിവിനേക്കാൾ എത്രയോ വലിയതാണ് പ്രാക്ടിക്കൽ നോളജ്. അവരുടെ ജീവിത അനുഭവത്തിൽ നിന്ന് അവർ മനസ്സിലാക്കിയ കാര്യങ്ങൾ അവരുടെ അറിവിൻ്റെ ആ വലിയ ഭണ്ഡാരത്തിൽ ഉണ്ട് എന്നുള്ളതാണ്. അത് നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് ഇന്ന് സഭ ദൈവത്തിൻ്റെ വചനത്തിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, വരുന്ന തലമുറയ്ക്ക്, വളരുന്ന തലമുറയ്ക്ക് ഏറ്റവും തക്കതായിട്ടുള്ള ശരിയായിട്ടുള്ള തീരുമാനങ്ങൾ കൈക്കൊള്ളുവാൻ മുതിർന്നവരുടെ അഭിപ്രായങ്ങൾ, അവരുടെ അറിവ് വളരെ പ്രയോജനമാണ്. അപ്പം നമ്മളൊരു ചെറുപ്പക്കാരുടെ പല തീരുമാനങ്ങൾ എടുക്കാൻ ബാധ്യസ്ഥരാണല്ലോ. അപ്പോൾ അവർ തീരുമാനങ്ങൾ എടുക്കുന്നതിനേക്കാൾ ഒരു പ്രായമുള്ള ഒരാളോട് ഒരഭിപ്രായം ചോദിക്കുമ്പോൾ നമുക്കൊരു ബെറ്റർ ഡിസിഷൻ എടുക്കാനായിട്ട് കഴിയും. ചില അവസരങ്ങളിൽ ചില സാഹചര്യങ്ങളൊക്കെ നമ്മൾ വിചാരിക്കുന്നതിൽ വളരെ കോംപ്ലക്സ് ആയിരിക്കും. അങ്ങനെയുള്ള സാഹചര്യത്തിൽ എന്ത് തീരുമാനിക്കണം എന്നുള്ളതിനെക്കുറിച്ച് ചെറുപ്പക്കാർ വിഷമിക്കുമ്പോൾ മുതിർന്ന ഒരാളോട് നമ്മൾ അഭിപ്രായം ചോദിക്കുമ്പോൾ അദ്ദേഹം ആളെ ശരിയായിട്ടുള്ള അഭിപ്രായം പറഞ്ഞു തരും. ഞാൻ എൻ്റെ ജീവിതത്തിലെ ഒരു അനുഭവം പറയാം. ഞാൻ എൻ്റെ കോളേജ് വിദ്യാഭ്യാസത്തിന് ശേഷം CMS കോളേജിൽ നിന്ന് ഞാൻ PG പരീക്ഷ പാസ്സായതിന് ശേഷം എനിക്ക് വൈദിക വിദ്യാഭ്യാസത്തിന് പോകണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ റിസൾട്ടൊക്കെ വന്നപ്പോൾ വളരെ ലേറ്റായി. അപ്പോൾ പിന്നീട് BD തിയോളജിക്കൽ സെമിനാരി പോകാനായിട്ടുള്ള സമയം കഴിഞ്ഞുപോയി. അപ്പോൾ എന്ത് ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ച് ഞാനിങ്ങനെ ചിന്തിച്ചപ്പോൾ, എന്നാൽ വെറുതെ നിൽക്കേണ്ട, ജോലിക്ക് അപേക്ഷിക്കാം എന്ന് വിചാരിച്ച് ഞാൻ ജോലിക്ക് അപേക്ഷിച്ചു. 2 സ്ഥലത്ത് ഞാൻ അപേക്ഷിച്ചു. ഒന്ന് പഴയ പിയേഴ്സ് ലെസ്ലി, ഇപ്പോൾ അത് മലയാളം പ്ലാന്റേഷനാണ്. അവിടെ എക്സിക്യൂട്ടീവ് ട്രെയിനീസിനെ എടുക്കുന്നുണ്ടായിരുന്നു. ഞാൻ അപേക്ഷിച്ചു, അവർ എന്നെ വിളിച്ചു. എനിക്ക് അവിടെ എക്സിക്യൂട്ടീവ് ഒരു മാനേജർ പോസ്റ്റിലെ ട്രെയിനിങ്ങിന് അവരെന്നെ വിളിച്ചു. അതേസമയം തന്നെ എനിക്ക് ഇവിടെ ക്രിസ്ത്യൻ കോളേജിൽ ജൂനിയർ ലെക്ചററായിട്ട് ജോലി കിട്ടി. അന്ന് ദിവംഗതനായ മാത്യൂസ് മാർ അത്തനേഷ്യസ് തിരുമേനിയായിരുന്നു മാനേജർ. എന്നെ വിളിച്ച് എന്നോട് പറഞ്ഞു, നിനക്ക് ജോലി തന്നിരിക്കുന്നു. അപ്പോൾ എൻ്റെ മനസ്സിലൊരു തീരുമാനം എടുക്കാൻ, ഞാൻ കോളേജിൽ നിന്ന് പഠിച്ച് ഇറങ്ങിയതേ ഉള്ളൂ, എന്ത് ചെയ്യണം. അപ്പോൾ ഞാനിങ്ങനെ അതിനെക്കുറിച്ച് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുക. എൻ്റെ അപ്പച്ചനോട് ഞാൻ ഇക്കാര്യം പറഞ്ഞു, ഇങ്ങനെ 2 ഓഫർ വന്നിട്ടുണ്ട്, ഏതാണ് എടുക്കേണ്ടത്. അപ്പോൾ എൻ്റെ പിതാവ് വളരെ ആലോചിച്ചതിന് ശേഷം എന്നോട് പറഞ്ഞു,
നീ BD പഠനത്തിന് മുമ്പ് ഇങ്ങനൊരു സമയമുള്ളത് കൊണ്ട് അത് ഉപയോഗിക്കാം. അത് നല്ലത് ഈ കോളേജിൽ ഒരു ജൂനിയർ ലെക്ചറായിട്ട് പ്രവർത്തിക്കാം. ഞാൻ ചോദിച്ചാൽ അതെന്താ കാര്യം? അപ്പോൾ പിതാവിൻ്റെ അനുഭവത്തിൽ നിന്ന് എന്നോട് പറഞ്ഞത്, ഇപ്പോൾ എസ്റ്റേറ്റിൽ അല്ലെങ്കിൽ മലയാളം പ്ലാന്റ് അന്നത്തെ പിയേഴ്സ്ലെസ്സിൽ ഒരു മാനേജറിയൽ പോസ്റ്റിൽ നിയമിതനാകുക എന്ന് സങ്കല്പിച്ചാൽ അവിടെ ഒരു ജൂനിയർ ലെക്ചറിന് കിട്ടുന്നതിലും എത്രയോ ബെറ്റർ പെയ്ഡായിരിക്കും അവിടെ ജോലി. കുറേ സുഖകരമായിരിക്കും, കുറേ കൂടി അട്രാക്റ്റീവായിരിക്കും. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാവുന്നെങ്കിൽ നീ ഒരിക്കലും പിന്നീട് അത് ഉപേക്ഷിച്ച് വൈദിക വിദ്യാഭ്യാസത്തിന് പോകാനുള്ള സാധ്യത ഇല്ലായിരിക്കും. കാരണം അവിടെ കൂടുതൽ ഇഷ്ടപ്പെടും. എന്നാൽ അത് ഉപേക്ഷിച്ചിട്ട് തിയോളജി പഠിക്കാനായിട്ട് നിനക്ക് താല്പര്യം കുറഞ്ഞു പോകും. അതുകൊണ്ട് അത് എടുക്കണ്ട. എൻ്റെ പിതാവിൻ്റെ ആ ഉപദേശം ഞാനിപ്പോഴും ഓർക്കുന്നു. ഞാൻ തിയോളജിക്ക് പോകാനായിട്ടുള്ള ആ തീരുമാനം അന്ന് സേബ്രാമച്ചനായിരുന്നു ഇവിടുത്തെ വികാരി. ആ സമയത്ത് ഞാൻ ഓർക്കുന്നു, ഞാൻ കോളേജിൽ പോയി അധ്യാപകനായിട്ട് ചേരുകയായിരുന്നു. അതൊരു ടെമ്പററി വേക്കൻസി ആയിരുന്നു. അതുകൊണ്ട് ഞാൻ ഓർക്കുകയാണ്, ആ പിതാവിൻ്റെ ആ ഒരു ഉപദേശം അത് വളരെ തൻ്റെ ജീവിത അനുഭവത്തിൽ നിന്ന് എനിക്ക് പറഞ്ഞു തന്നത് കാരണമാണ് ഞാൻ എന്നൊരു വൈദികനായി ഒരുപക്ഷെ ഇവിടെ നിൽക്കാനായിട്ടുള്ള ഒരു കാരണം. ദൈവത്തിൻ്റെ വിളിയും ദൈവത്തിൻ്റെ ആഗ്രഹമൊക്കെ അതിൻ്റെ പിന്നിൽ ഉണ്ട്. എന്നാൽ ആ പിതാവിൻ്റെ ആ പ്രചോദനം ഞാൻ ഓർക്കുകയാണ്. ഞാൻ പറയാനായിട്ട് ആഗ്രഹിച്ചത്, ഈ മുതിർന്നവരുടെ അറിവ്, ജ്ഞാനം, അവരുടെ പ്രാക്ടിക്കൽ വിസ്ഡം വളരെ വിലപ്പെട്ടതാണ്. എന്തുകൊണ്ട് അത് വിലപ്പെട്ടതാണ് എന്ന് പറയുന്നത് ചോദിച്ചാൽ, ഞാൻ മുമ്പ് പറഞ്ഞ പോലെ മുതിർന്നവരും ചെറുപ്പക്കാരും തമ്മിൽ 2 ജനറേഷനാണ്. അപ്പോൾ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന വാക്കില്ല, ഇൻ്റർ ജനറേഷണൽ ആ ഒരു വിടവ് എപ്പോഴും ഉണ്ടാവും. ഒരു തലമുറയിലെ ജീവിത അനുഭവങ്ങൾ അടുത്ത തലമുറയ്ക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ അത് വരുന്ന തലമുറയുടെ കഴിവ് വർദ്ധിപ്പിക്കുകയാണ്, അവരുടെ സോഷ്യൽ സ്കില്ല് വർദ്ധിപ്പിക്കുകയാണ്. അവർക്ക് ജീവിതത്തെക്കുറിച്ച് കൂടുതൽ അറിവുണ്ടാകും, ചരിത്രത്തെക്കുറിച്ച് അറിവുണ്ടാകും. ഇതൊക്കെ നമ്മളുടെ മുമ്പോട്ടുള്ള വളർച്ചയ്ക്ക് വളരെ സഹായകരമാണ്. ജീവിതത്തിൽ അധ്വാനിക്കുന്നത് എത്ര വിലപ്പെട്ടതാണ്. ഈ ജീവിതത്തിൽ ലക്ഷ്യത്തിൽ ചേരാനായിട്ട് കഠിന അധ്വാനം വേണമെന്ന് നമുക്ക് പറഞ്ഞു തരാൻ കഴിയുന്നത് നമ്മുടെ മാതാപിതാക്കന്മാർ, അല്ലെ പ്രായമുള്ളവരാണ്. ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ പ്രായമുള്ള മാതാപിതാക്കന്മാരിൽ നിന്നും മുതിർന്നവരിൽ നിന്നും നമുക്ക് പഠിക്കാൻ കഴിയും. കാരണം ഞാൻ ആദ്യമേ സൂചിപ്പിച്ചതുപോലെ ആ പഴയ തലമുറയുടെ അറിവ് നമുക്ക് വളരെ വളരെ വിലപ്പെട്ടതാണ്. ഈ പെൺകുട്ടികളെ വിവാഹം ചെയ്ത് അയക്കുന്നതിന് മുമ്പ് അമ്മമാർ പല കാര്യങ്ങളും പറഞ്ഞു കൊടുക്കും. അവർ വീട്ടിൽ താമസിച്ച് അമ്മയും അപ്പൻ്റെ കൂടെ ജീവിച്ചപ്പോൾ ഒരു പക്ഷേ പല കാര്യങ്ങളും ശരിയായിട്ട് നിരീക്ഷിച്ച് മനസ്സിലാക്കാൻ കഴിഞ്ഞെന്ന് വരികയില്ല. അപ്പോൾ ശരിയായിട്ട് അവർ വിവാഹം കഴിച്ച് നമ്മുടെ രീതി അനുസരിച്ച് വേറൊരു വീട്ടിലേക്ക് പോകുമ്പോൾ അവിടെ ഒരു നന്നായി പെരുമാറുവാനും നന്നായി കാര്യങ്ങൾ ചെയ്യാനുള്ള പ്രാപ്തി പെൺമക്കൾക്ക് പ്രത്യേകിച്ച് ഉണ്ടാകുന്നത് അത് അവർക്ക് എവിടുന്ന് ലഭിക്കുന്നു എന്ന് ചോദിച്ചാൽ അവരുടെ അമ്മമാർ, പ്രായമുള്ള ആളുകൾ അവർക്ക് പറഞ്ഞു കൊടുക്കുന്നതിൽ കൊണ്ടാണ്. ഒരുപാട് ചെറിയ കാര്യങ്ങൾ ഇന്ന് നമ്മൾ പറയുന്ന പല കാര്യങ്ങളും നമ്മുടെ മാതാപിതാക്കന്മാരിൽ നമ്മൾ പഠിക്കുന്നതാണ്. ഉദാഹരണം പറയുകയാണെങ്കിൽ ഹോം റെമഡീസ്, അത് നാളെ നമ്മുടെ ഭവനങ്ങളിലെ അപ്പച്ചന്മാരും അമ്മച്ചിമാരും ഒക്കെ ചെയ്ത കാര്യങ്ങളാണ്. ഒരു കുഞ്ഞിനൊരു പനി വരികയാണെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും പെട്ടെന്ന് നമ്മൾ പോയി ആൻറ്റിബയോട്ടിക് കഴിക്കുന്ന പരിപാടിയൊന്നും പ്രായമുള്ളവർക്കില്ല. അവർ ചുക്കുകാപ്പി ഉണ്ടാക്കി കൊടുക്കും, തലയിൽ തണുത്ത തുണിയിടും, അല്ലെങ്കിൽ ആവി പിടിക്കാൻ കഴിയും. ഇതൊക്കെ ഈ ഹോം റെമഡീസ് ഇതൊക്കെ എവിടുന്ന് കിട്ടി? അതൊക്കെ മാതാപിതാക്കന്മാർ പ്രായമുള്ളവരുടെ ജീവിത അനുഭവത്തിൽ നിന്ന് അവർ മനസ്സിലാക്കിയത് മക്കൾക്ക് പറഞ്ഞു കൊടുക്കുക. ഈ പാചകത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങൾ പോലും
പെൺകുട്ടികൾ പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലെ രീതി അനുസരിച്ച് പഠിക്കുന്ന മാതാപിതാക്കന്മാരിൽ നിന്നാണ്. ഇപ്പോൾ ഒരു കറി വെച്ചു, അതിന് കടുക് പൊട്ടിക്കണം. എങ്ങനെയാണ് കടുക് പൊട്ടിക്കുന്നത്? അത് കടുക് പൊട്ടിക്കുന്നത് പക്ഷേ ഇവിടെ ഇരിക്കുന്ന നിങ്ങൾക്കറിയാം. എന്നാൽ അമ്മമാർ പറഞ്ഞു കൊടുക്കും, അത് ആദ്യം പാത്രം വെച്ച് പാത്രം ഒന്ന് ചൂടായിട്ടതിന് ശേഷമേ എണ്ണ ഒഴിക്കാവൂ. അതിന് ശേഷം എണ്ണ ചൂടായതിന് ശേഷമേ കടുകിടാവൂ. എങ്കിൽ മാത്രമേ ആ കറിക്ക് നല്ല രുചിയും ആയിട്ട് കടുക് പൊട്ടിക്കണേ. ഇതൊക്കെ ഇതിൻ്റെ ചെറിയ ചെറിയ ടെക്നിക്കാണ്. അത് അമ്മമാരിൽ നിന്ന് പെൺമക്കളും എല്ലാവരും പഠിക്കുന്ന, ഒരുപക്ഷെ നമ്മളൊക്കെ ഇവിടെ ഇരിക്കുന്ന പെൺകുട്ടികളും എല്ലാവരും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഗ്രഹിച്ചിരുന്ന് കാണും. അപ്പോൾ ഇതാണ് മുതിർന്ന തലമുറയിൽ നിന്ന് നമ്മൾ പഠിക്കുവാനായിട്ട് ഉള്ളത് നമ്മുടെ പ്രായോഗിക ജീവിതത്തിൽ. രണ്ടാമതൊരു കാര്യം പറയാൻ ആഗ്രഹിച്ചത്, എന്താണ് ഈ വിസ്ഡം ഓഫ് ദി എൽഡർലി? ഞാൻ ആദ്യമേ സൂചിപ്പിച്ചു, ഈ മുതിർന്നവരുടെ പരിജ്ഞാനം എന്ന് പറയുന്നത് എന്താണ്? അതിനെ ഒന്ന് നിർവചിക്കാൻ ശ്രമിച്ചാൽ എന്ത് മറുപടി പറയും? അതിന് കൊടുക്കാവുന്ന ഒരു നിർവചനം വളരെ ലളിതമാണ്. ഇംഗ്ലീഷിൽ ഇങ്ങനെ പറയും, അക്യൂമുലേറ്റഡ് ലേണിംഗ്. കാരണം വർഷങ്ങളായിട്ട് നമ്മൾ മനസ്സിലാക്കി അക്യൂമുലേറ്റ് ചെയ്ത നമ്മൾ സമ്പാദിച്ച അറിവാണ്. അതിന് അക്യൂമുലേറ്റഡ് ലേണിംഗ്. 80 വർഷം കൊണ്ട് നമ്മൾ മനസ്സിലാക്കിയ കാര്യങ്ങൾ, ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് നമ്മളുടെ പുസ്തകത്തിൽ നിന്നുള്ള അറിവായിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ വളർത്തിയെടുത്ത കഴിവുകളായിരിക്കാം, നമുക്ക് ഈ വർഷങ്ങളിൽ ഒക്കെ നമുക്ക് ലഭിച്ച ഉൾക്കാഴ്ചയായിരിക്കാം, ഇൻസൈറ്റ്സ് എന്ന് നമ്മൾ പറയും, അതായിരിക്കാം, അല്ലെങ്കിൽ തീരുമാനങ്ങൾ എടുക്കുന്നതിനുള്ള ഒരു നല്ല കഴിവായിരിക്കാം. ഇതെല്ലാം കൂടെ ചേർന്നതാണ് ഈ മുതിർന്നവരുടെ ജ്ഞാനം. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, മുതിർന്നവരെന്ന് പറയുമ്പോൾ അവർ ആരാണ് എന്നുള്ളൊരു ചോദ്യമുണ്ട്. നമ്മൾ ഈ റിട്ടയർമെൻറ്റിന് പല വയസ്സ് വെച്ചിട്ടുണ്ട്. നമ്മുടെ കേരള ഗവൺമെൻറ്റിലാണെങ്കിൽ 56 വയസ്സോ 58 വയസ്സ് റിട്ടയർ ചെയ്യും. അത് കഴിഞ്ഞുണ്ടെങ്കിൽ ഒരു മുതിർന്നവരാകുകയാണ്. പിന്നെ സെൻട്രൽ ഗവൺമെൻറ്റിലാണെങ്കിൽ 60 വയസ്സെന്ന് വെക്കും. പിന്നെ ഓരോ മേഖലയിൽ ഓരോ പ്രായമാണ്. IAS ഓഫീസേഴ്സ് 65 വയസ്സോ മറ്റോ ആണ് റിട്ടയർ ചെയ്യുന്നത്. അപ്പോൾ ഈ റിട്ടയർ ചെയ്ത് കഴിഞ്ഞാണോ ഒരു മുതിർന്ന പൗരനാകുന്നത്, അതോ വയസ്സിൻ്റെ അടിസ്ഥാനത്തിലാണ്? ഇതൊക്കെ നമ്മൾ സാധാരണ ചിന്തിക്കുന്ന കാര്യമാണ്. പിന്നെ പല മേഖലയിൽ നിന്ന് ജീവിച്ച് വയസ്സായവരുണ്ട്. ഒരു നല്ല കർഷകനായി, വേറെ ജോലിയൊന്നും ചെയ്യില്ല, വീട്ടിൽ നല്ല കൃഷിയൊക്കെ ചെയ്ത് നല്ല കർഷകനാണ് പ്രായമായ ആൾ. അല്ലെങ്കിൽ നന്നായിട്ട് ബിസിനസ് ചെയ്തൊരാൾ, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പ്രൊഫഷൻ, ഒരു ലോയറായിട്ട് പ്രവർത്തിച്ചു, ഒരു അധ്യാപകനായിട്ട് പ്രവർത്തിച്ചത്. ഇവരെല്ലാം അവരുടെ ജീവിതത്തിൽ മുതിർന്നവരായി ഒക്കെ വളർന്നവർ. അല്ലെങ്കിൽ കൂലിപ്പണി ചെയ്ത ആളുകൾ, അവരെല്ലാം പിന്നീട് മുതിർന്ന പൗരത്വത്തിലേക്ക് പൗരന്മാരായി മാറുകയാണ്. അപ്പോൾ അവരുടെ ഒക്കെ ജീവിതത്തിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ആരെയും നമുക്ക് മാറ്റി നിർത്താനൊക്കത്തില്ല. ഒരു സാധാരണ കൂലിക്കാരൻ, ഇപ്പോൾ ഉദാഹരണമായിട്ട് ഇപ്പോഴാണ് ഈ മഴ ഒക്കെ മുൻകൂട്ടി പ്രവചിക്കാൻ തുടങ്ങിയത്. എന്ന് മഴ പെയ്യും എന്നുള്ള കാര്യങ്ങൾക്ക് വെതർ ഫോർകാസ്റ്റൊക്കെ ഇപ്പോഴാണ്, ടെക്നോളജി വളർന്നപ്പോഴാണ്. എന്നാൽ പണ്ട് കൃഷിക്കാർക്കറിയാം എപ്പോഴാണ് കപ്പ നടേണ്ടത്, എപ്പോഴാണ് ചേന നടേണ്ടത്, എപ്പോഴാണ് മഴ പെയ്യാൻ ഉള്ള സാധ്യത. അപ്പോൾ അതെല്ലാം അവർക്കറിയാം, അത് അവർക്ക് അറിയാവുന്ന അറിവുകളാണ്. അപ്പോൾ ഏത് മേഖലയിൽ പ്രവർത്തിച്ചവർക്കും അവർ സമ്പാദിച്ച ആ അക്യൂമുലേറ്റഡ് ലേണിംഗ് അത് വളരെ വിലപ്പെട്ടതാണ് എന്നാണ് ഞാൻ പറയാനായിട്ട് ശ്രമിക്കുന്നത്. അതുകൊണ്ടാണ് ഒരുപക്ഷെ യോബിൻ്റെ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന വൃദ്ധന്മാരുടെ പക്കൽ ജ്ഞാനവും വയോധികന്മാരിൽ വിവേകവുമുണ്ട് എന്ന് പറയാനായിട്ട് കാരണം. ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഒരു കഥ പറഞ്ഞ് അവസാനിപ്പിക്കും. അത് ബൈബിളിൽ നിന്നാണ്. ആ കഥ ഇന്ന് നിങ്ങളിവിടെ പള്ളിയിൽ വായിച്ചു കേട്ട കഥയാണ്, സംഭവ കഥയാണ്. അത് ഉൽപ്പത്തി പുസ്തകം 24-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന വളരെ മനോഹരമായിട്ടുള്ള, എത്ര തവണ വായിച്ചാലും അതിൻ്റെ ആകർഷണീയത മാറ്റാൻ കഴിയാത്തൊരു സംഭവമാണ്. ഇത് ഇവിടെ വായിച്ചപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് കാണും, ഒരുപക്ഷെ നിങ്ങൾ പലതവണ വായിച്ചിട്ടുള്ള ഭാഗമായിരിക്കും.
അബ്രഹാം പിതാവിൻ്റെ മകനാണ് ഇസഹാക്ക്. ഇസഹാക്കിന് വേണ്ടി പെണ്ണ് കാണുന്ന രംഗമാണ്. ഒരു പക്ഷേ നമ്മുടെയൊക്കെ വിവാഹത്തിൽ നമ്മൾ പെണ്ണ് കണ്ടവരാണ്, നമ്മുടെ മക്കൾക്ക് വേണ്ടി പെണ്ണ് കാണുന്ന ആ കാര്യങ്ങളൊക്കെ ചെയ്തവരാണ്. പക്ഷേ ഇവിടെ അബ്രഹാം പിതാവിൻ്റെ മകൻ ഇസഹാക്കിന് വേണ്ടി പെണ്ണ് കാണുന്ന രംഗം അത് നമുക്കിന്ന് ധ്യാനത്തിന് തന്നിരിക്കുകയാണ്. അതിൽ നിന്ന് ഈ ഒരു വന്ധ്യവയോധികൻ്റെ ജ്ഞാനം എന്താണെന്ന് നമ്മൾ ഗ്രഹിക്കുകയാണ്, നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ്. പൂർവന്മാരുടെ ദൃഷ്ടാന്തം അനുകരിക്കണമെന്ന് തിമോഥെയോസിനോട് പൗലോസ് പറയുമ്പോൾ ആ പൂർവികനായ അബ്രഹാം പിതാവിൻ്റെ ആ ദൃഷ്ടാന്തം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ അതിൻ്റെ വില നമ്മൾ മനസ്സിലാക്കും. അപ്പോൾ ആ ഒരു കഥ ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ മാത്രം ആഗ്രഹിക്കുന്നു. ഈ അബ്രഹാം പിതാവിനെക്കുറിച്ച് 24-ാം അധ്യായത്തിൽ പറയുന്ന അബ്രഹാം പിതാവ് വയസ്സ് ചെന്ന വൃദ്ധനായി. അതേ മറ്റ് വേദഭാഗങ്ങളിൽ നിന്ന് നമ്മൾ വായിക്കുന്ന നമുക്ക് ലഭിക്കുന്ന സൂചന അനുസരിച്ച് അന്നത്തെ വയസ്സനുസരിച്ച് അദ്ദേഹത്തിന് 140 വയസ്സുണ്ടായിരുന്നു ഈ സംഭവം നടക്കുന്നു. അപ്പോൾ 140 വയസ്സായപ്പോൾ മകൻ ഇസഹാക്കിന് ഒരു പെണ്ണിനെ വേണം, ഒരു ഭാര്യയെ വേണം. അപ്പോൾ അബ്രഹാം പിതാവ് എന്താ ചെയ്തത്? അബ്രഹാം പിതാവ് തനിക്കൊരു കാര്യസ്ഥനായിട്ടൊരാളുണ്ടായിരുന്നു. ഈ കാര്യസ്ഥനായിട്ടുള്ള ആൾ അതേക്കുറിച്ച് ഇവിടെ എഴുതിയിരിക്കുന്നത് അദ്ദേഹവും വയസ്സനായിരുന്നു, അല്ലെങ്കിൽ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് മൂപ്പനായിരുന്നു. അദ്ദേഹമായിരുന്നു അബ്രഹാം പിതാവിൻ്റെ അബ്രഹാം പിതാവിന് ഒത്തിരി സമ്പത്തുള്ള ആളായിരുന്നു. ഒരുപാട് കാര്യങ്ങൾ, ആടുമാടുകളും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ മാനേജ് ചെയ്യാനായിട്ട് ഒരു കാര്യസ്ഥനായിട്ട് ഈ മൂപ്പനായ മനുഷ്യനുണ്ടായിരുന്നു. അപ്പോൾ ഈ മകന് ഒരു പെൺകുട്ടിയെ വേണം. അതിന് ആ ചുമതല ഈ മൂപ്പനെ ഏൽപ്പിക്കുക. വളരെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യമാണ് അബ്രഹാം പിതാവ് ചെയ്തത്. അന്ന് പഴയ നിയമത്തിൽ നമുക്ക് ലഭിക്കുന്ന സൂചന അനുസരിച്ച് അന്ന് ഇസഹാക്കിന് 40 വയസ്സുണ്ട്. അബ്രഹാം പിതാവിന് 140 വയസ്സുണ്ട്, ഇസഹാക്കിന് 40 വയസ്സുണ്ട്. അപ്പോഴാണ് അവൻ്റെ വിവാഹത്തെക്കുറിച്ച് പിതാവ് മനസ്സിലാക്കി അവന് ഒരു പെൺകുട്ടിയെ അന്വേഷിക്കുന്നു. അപ്പോൾ ഈ ചുമതല ഏൽപ്പിച്ചത് ഈ മൂപ്പനെയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കുന്ന ആദ്യത്തെ ചിന്ത, എന്തുകൊണ്ട് ഈ മൂപ്പനെ ഏൽപ്പിച്ചിരുന്നു? അബ്രഹാം തന്നെ വൃദ്ധനായിരുന്നു. ഈ മനുഷ്യനെ ഏൽപ്പിക്കാൻ കാരണം അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസ് അബ്രഹാം പിതാവ് അംഗീകരിച്ചു എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസ്, ആ എക്സ്പീരിയൻസിലെ അബ്രഹാം പിതാവ് ട്രസ്റ്റ് ചെയ്തു. അതുകൊണ്ട് ആ മൂപ്പനോട് പറയാം, നീയാ പോകേണ്ടത്, എൻ്റെ നാട്ടിൽ പോയി എൻ്റെ മകന് വേണ്ടി ഒരു പെൺകുട്ടിയെ നീ കണ്ടെത്തണം. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത്, ഞാൻ ആദ്യമേ സൂചിപ്പിച്ചതാണ്, അബ്രഹാം പിതാവ് നമുക്ക് കാണിച്ചു തരുന്ന ഒരു സംഗതി, ദ വാല്യൂ ഓഫ് എക്സ്പീരിയൻസ് ആൻഡ് ട്രസ്റ്റ്. നമ്മൾ മുതിർന്ന ആളുകളെ നമ്മൾ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്നു എന്ന് പറയുമ്പോൾ മുമ്പ് പറഞ്ഞ അവരുടെ ജ്ഞാനത്തെ, അവരുടെ അറിവിനെ, അവരുടെ എക്സ്പീരിയൻസിനെ നമ്മൾ ട്രസ്റ്റ് ചെയ്യുന്നുണ്ടോ? നമ്മളെല്ലാ കാര്യങ്ങളിലും ഈ മുതിർന്ന ആളുകളെ മാറ്റി നിർത്താനായിട്ടൊരു ടെൻഡൻസി ഇന്നത്തെ സമൂഹത്തിനുണ്ട്. അത് സ്വാഭാവികമായിട്ടാണ്. ഞങ്ങൾ ചിലപ്പോൾ ഈ റിട്ടയർ ചെയ്ത അച്ഛന്മാരുടെ മീറ്റിംഗ് കൂടുമ്പോൾ അവർ പറയും, ഞങ്ങളെ ഒന്നും ഒരു കാര്യത്തിനും ഞങ്ങളെ വിളിക്കുന്നില്ല. അപ്പോൾ അത് അവരുടെ മനസ്സിലുണ്ടാകുന്ന ചിന്തയിൽ നിന്നുണ്ടാകുന്ന ഒരു വിഷമമാണ്. ഒരു കാര്യത്തിനും ഞങ്ങളെ വിളിക്കുന്നില്ല, ഞങ്ങളുടെ അഭിപ്രായം, ഞങ്ങൾ ഇത്രയും നാളും 30, 40, 50 കൊല്ലം സഭയെ സേവിച്ച ആളുകളാണ്, ഞങ്ങളെ ഒന്നും അറിയിക്കുന്നില്ല എന്ന് റിട്ടയർ ചെയ്ത ആളുകൾ പറയും. അച്ഛന്മാരുടെ കാര്യങ്ങളാണ്. ഞങ്ങൾ റിട്ടയർ ചെയ്ത ബിഷപ്പ്മാർ, ഞങ്ങൾക്കും ഈ നിയമ ആലോചനാ യോഗത്തിലൊന്നും ഞങ്ങളെ വിളിക്കാറുമില്ല, അറിയിക്കാറുമില്ല. ഒരു പക്ഷേ ഭരണഘടനാപരമായൊരു സംവിധാനമായിരിക്കാം. എന്നാൽ ഇവിടെ അബ്രഹാം പിതാവ് മൂപ്പനോട് ശ്രദ്ധിക്കുന്നതിന് കാരണം അവൻ്റെ എക്സ്പീരിയൻസ്, അവൻ്റെ അബ്രഹാമിനോടുള്ള ട്രസ്റ്റ്, അതെല്ലാം അംഗീകരിച്ചുകൊണ്ട് അവനോട് പറയുകയാണ്, നീയാണ് ഇസഹാക്കിന് വേണ്ടി, എൻ്റെ മകന് വേണ്ടി ഒരു പെണ്ണിനെ കാണാനായിട്ട് പോകേണ്ടത് എന്ന് പറഞ്ഞ് ആ മൂപ്പനെ അയക്കുകയാണ്.
ഈ മൂപ്പനെ അയക്കുമ്പോൾ അത് തുടർന്ന് വായിച്ചത് നിങ്ങൾ ശ്രദ്ധിച്ച് കാണും. അത് അബ്രഹാം പിതാവിൽ നമ്മൾ കാണുന്ന അവൻ്റെ ജീവിതത്തിലൂടെ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം ഈ പിതാവിനുണ്ടായിരുന്ന ദൈവവിശ്വാസമാണ്. അത് വളരെ വിലപ്പെട്ടതാണ്. ഈ തിമോത്തിയോസ് ലേഖനത്തിൽ എഴുതിയിരിക്കുന്ന വായിക്കുന്നുള്ള പൂർവ്വന്മാരുടെ വിശ്വാസം നിങ്ങൾ ഉൾക്കൊള്ളുക എന്ന് പറയുമ്പോൾ അബ്രഹാം പിതാവിൻ്റെ ആ ഒരു ഫെയ്ത്ത്, തന്നെ വിളിച്ച ദൈവത്തിലുള്ള ആ വിശ്വാസം അബ്രഹാം പിതാവിനുണ്ടായിരുന്നു. അപ്പോൾ മൂപ്പന് ഇൻസ്ട്രക്ഷൻ കൊടുക്കുകയാണ്. എന്താണ് ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്നത്? ദൈവത്തിൻ്റെ ഒരു വലിയ പ്രോമിസുണ്ട്. എന്താണ് ദൈവത്തിൻ്റെ ആ വലിയ വാഗ്ദത്തം? ഈ നാട്ടിൽ ഇപ്പോൾ താമസിക്കുന്ന ഈ കനാൻ നാട്ട് ദൈവം എനിക്കായിട്ട് തരും, എനിക്കും എൻ്റെ മക്കൾക്കും എല്ലാവർക്കും ഉള്ളതാണ്. അത് ദൈവത്തിൻ്റെ പ്രോമിസാണ്. അത് നീ എപ്പോഴും നീ പെണ്ണിനെ അന്വേഷിച്ച് പോകുമ്പോൾ അത് നിൻ്റെ മനസ്സിലുണ്ടാവണം. അപ്പോൾ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ആളാണ് അബ്രഹാം എന്ന് തനിക്കൊരു ബോധമുണ്ടായിരുന്നു. അത് ഈ മൂപ്പനെ പറഞ്ഞ് മനസ്സിലാക്കുമായിരുന്നു. അതുകൊണ്ട് പറഞ്ഞതെന്താണ്? നീ പോയി അന്യജാതിക്കാരുടെ ഇടയിൽ നിന്നൊരു പെങ്കൊച്ചിനെ കണ്ടുപിടിക്കരുത്, അന്യജാതിക്കാർ. അപ്പോൾ അവിടെ ഒരുപാട് മറ്റ് ജാതി സമൂഹങ്ങളിൽപ്പെട്ട ആളുകളുണ്ടായിരുന്നു, കനാന്യ നാട്ടിൽപ്പെട്ടവരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരോട് ഈ മനുഷ്യനോട് പറഞ്ഞു, നീ അവരിൽ നിന്നൊക്കെ നല്ല പെൺകുട്ടികൾ കാണാമായിരിക്കാം, എന്നാൽ നീ എൻ്റെ സ്വന്തം നാട്ടിൽ പോയി, എൻ്റെ സ്വന്തം നാടെന്ന് പറയുന്നത് അങ്ങ് ദൂരെയാണ്, ഏതാണ്ട് 500 മൈൽ ദൂരെയുള്ള മെസപ്പൊട്ടേമിയയിലാണ്. അവിടെയാണ് എൻ്റെ നാട്. നാഹോറിൻ്റെ പട്ടണം എന്ന് പറയുന്ന പട്ടണം അങ്ങ് മെസപ്പൊട്ടേമിയയില്ല. നീ അവിടെ പോകണം, 500 മൈൽ യാത്ര ചെയ്ത് അവിടെ ചെല്ലണം. അവിടെ ചെന്ന് എൻ്റെ സ്വന്തക്കാരിൽ നിന്ന്, എൻ്റെ ജനത്തിൽ നിന്ന് എന്നൊരു പെങ്കൊച്ചിനെ കണ്ടെത്തണം. അത് എന്നത് ചോദിച്ചാൽ ഈ അബ്രഹാമിൻ്റെ ആ ഒരു ഫെയ്ത്ത് അടുത്ത തലമുറയിൽ നിൽക്കണമെങ്കിൽ ഈ ഫെയ്ത്ത് ഉൾക്കൊള്ളുന്ന, ഈ വിശ്വാസം ഉൾക്കൊള്ളുന്ന ആളായിരിക്കണം എൻ്റെ മകൻ്റെയും ഭാര്യ. അപ്പോൾ ഈ വിശ്വാസമില്ലാത്ത ഒരാളിൽ നിന്ന് ഒരു പെൺകുട്ടിയെ കൊണ്ടുവരികയാണെങ്കിൽ അവളെ ഈ വിശ്വാസത്തിലേക്ക് ചേർക്കുകയോ ആ വിശ്വാസമുള്ളവളോ ആയിരിക്കണം. ഇത് അബ്രഹാമിൽ നിന്ന് നമ്മൾ പഠിക്കുന്ന ഒരു പാഠമാണ്. അപ്പോൾ വിശ്വാസത്തിൽ നിലനിൽക്കണമെങ്കിൽ കുടുംബത്തിലുള്ളവരും വിശ്വാസമുള്ളവരായിരിക്കണം. ഇത് അബ്രഹാം പിതാവിൽ നിന്ന് നമ്മൾ പഠിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പാഠമാണ്. മൂന്നാമത്തെ കാര്യം, ഈ മനുഷ്യൻ മൂപ്പൻ പോവുകയാണ്. മൂപ്പൻ പോകുമ്പോൾ അന്നത്തെ ഒരു സിസ്റ്റം അനുസരിച്ച് 10 ഒട്ടകങ്ങളുണ്ട്, വിലപിടിപ്പുള്ള വെള്ളിയും പൊന്നും ഒക്കെ ഉണ്ട്. അതെല്ലാം കൊണ്ടുവന്ന് പെൺകുട്ടിയെ അന്വേഷിച്ച് ദീർഘദൂരം സഞ്ചരിച്ച് നാഹോറിൻ്റെ പട്ടണത്തിൽ മെസപ്പൊട്ടേമിയയിൽ ചെന്നു. അവിടെ ചെന്ന് ആ സംഭവം പിന്നീട് വായിച്ചുള്ള വാക്യങ്ങൾ വിവരിക്കുന്നുണ്ട്. ആ കിണറ്റിനരികിലെ പെൺകുട്ടികൾ വെള്ളം കോരാനായിട്ട് വരുന്നു. അവിടെ വെച്ചാണ് ഈ പെൺകുട്ടിയെ കാണുന്നത്. അപ്പോൾ അതിനു മുമ്പ് ഈ മൂപ്പൻ ചെയ്യുന്നൊരു കാര്യമുണ്ട്. ദൈവസന്നിധിയിൽ ആ കിണറ്റിനരികെ, കുളത്തിനരികെ നിന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നുണ്ട്. എന്തിനു വേണ്ടിയാണ്? പ്രാക്ടിക്കൽ ഗൈഡൻസ്. എൻ്റെ യജമാനൻ്റെ മകനു വേണ്ടി ഞാൻ അന്വേഷിക്കുന്ന പെൺകുട്ടിയെ കണ്ടെത്തുവാൻ എന്നെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ആ പ്രാർത്ഥന ദൈവം കേട്ടു. ആ പ്രാർത്ഥന ദൈവം കേട്ടിട്ട് അത് അബ്രഹാം പിതാവ് മുമ്പേ പറഞ്ഞിരുന്നു, ഞാൻ എൻ്റെ ദൂതനെ മുമ്പേ അയക്കുമെന്ന്. അപ്പോഴാണ് ഈ പെൺകുട്ടി വരുന്നത്. ആ പെൺകുട്ടിയുടെ പേര് പിന്നീട് അവിടെ എഴുതിയിട്ടുണ്ട്, റിബേക്ക എന്നായിരുന്നു. ആ റിബേക്ക അപ്പോൾ ഒരു പ്രാക്ടിക്കൽ പറഞ്ഞ് എനിക്കും എൻ്റെ ഒട്ടകങ്ങൾക്കും വെള്ളം കോരി തരുന്ന ആളാണ് ഇസ്ഹാക്കിൻ്റെ ഭാര്യയാൻ പോകുന്ന പെൺകുട്ടി. അതുപോലെ സംഭവിച്ചു. അവിടെ നിന്നപ്പോൾ ഈ റിബേക്ക വളരെ സുന്ദരിയായ ഒരു പെൺകുട്ടി. അവൾ വന്ന് ചോദിക്കുകയാണ്, യജമാനെ എന്ത് വേണം? കുടിക്കാൻ വെള്ളം വേണം, നിനക്കും തരാം, ഒട്ടകത്തിനും തരാം. അപ്പോൾ അവിടെ വന്നപ്പോൾ ദൈവത്തിന് ആ മൂപ്പനെ നന്ദി പറയാൻ സ്തോത്രം ചെയ്യുകയാണ്. എന്നിട്ട് ആ കഥ ഒരുപാട് കാര്യങ്ങൾ വിവരിക്കുന്നുണ്ട്. അവസാനം ഈ പെൺകുട്ടിയുടെ റിബേക്കയുടെ വീട്ടിലേക്ക് ചെല്ലുകയാണ്. റിബേക്കയുടെ വീട്ടിൽ ചെന്ന് ഈ വിവരമെല്ലാം അബ്രഹാം പിതാവ് പറഞ്ഞൊക്കെ പറയുകയാണ്. അപ്പോൾ അവിടെയുള്ള ഒരു രസകരമായ ഒരു സംഗതി, ഈ വീട്ടിലേക്ക് ചെല്ലുന്നതിന് മുമ്പ് ദൈവത്തിലുള്ള ആ വിശ്വാസവും ദൈവത്തിൻ്റെ നടത്തിപ്പും അനുസരിച്ച് ഈ പെൺകുട്ടി ഇസഹാക്കുമായിട്ടുള്ള എൻഗേജ്മെൻ്റ് അവിടെ നടക്കുക. അതെന്താണെന്ന് ചോദിച്ചാൽ
ആ ഒരു രീതി ഇന്ന് മുസ്ലിങ്ങൾ അനുവർത്തിക്കുന്നുണ്ട് ഇന്നും. കാരണം അവരുടെ എൻഗേജ്മെൻറ്റിന് അവർ പറയുന്നത് വളയിടുക എന്നാണ്. അത് പഴയ ഒരു യഹൂദ പാരമ്പര്യമാണ്. നമ്മളൊക്കെ ഇപ്പം എൻഗേജ്മെൻറ്റ് റിങ് എന്ന് പറഞ്ഞ് ചെയ്യുമല്ലോ. എന്നാൽ യഹൂദ പാരമ്പര്യം അനുസരിച്ച് വളയിടുകയാണ്. അപ്പോൾ ആ കിണറ്റിൻ്റെ അരിയെ വെച്ച് അബ്രഹാം പിതാവ് ഈ മൂപ്പൻ്റെ കൊടുത്തയച്ച വള ഈ റിബേക്കയുടെ കയ്യിലിടുകയാണ്. അപ്പോൾ വളയിട്ടുകൊണ്ടാണ് അവളുടെ വീട്ടിൽ ചെല്ലുന്നത്. വീട്ടിൽ ചെന്ന് അവളുടെ ആങ്ങളെ ലാബാനുണ്ട്. അവിടെ ചെന്ന് അവരോട് വിവരങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ പേരൻസിനൊരു കൺസേൺ, ഇവളെ ഉടനെ ഈ മൂപ്പൻ പറഞ്ഞ് ഞങ്ങളോട് അയക്കാൻ പറഞ്ഞു. അപ്പോൾ പറഞ്ഞൊരു 10 ദിവസം ഇവിടെ നിൽക്കട്ടെ, പുരുഷൻ്റെ വീട്ടിൽ ചെന്ന് എങ്ങനെ ജീവിക്കേണ്ടതെന്നൊക്കെ പറഞ്ഞു കൊടുക്കാം. അപ്പം ഈ മൂപ്പൻ പറഞ്ഞു, എൻ്റെ യജമാനൻ അതിന് അനുവാദം തന്നിട്ടില്ല, എൻ്റെ കൂടെ വരണം, എൻ്റെ കൂടെ വരണം. അത് പറയാനായിട്ട് കാരണം യഹോവയായ ദൈവം അബ്രഹാം പിതാവിനോട് പറഞ്ഞിരിക്കുന്നു, നീ മെസപ്പൊട്ടേമിയയിലേക്ക് പോകണ്ടല്ല, നീയും നിൻ്റെ സന്തതിക്കും ഞാൻ ഈ ദേശം നൽകുകയാണ്. അതായത് കനാന ദേശം, പാലസ്റ്റൈൻ നിങ്ങൾക്ക് വേണ്ടി ഞാൻ തരികയാണ്. അപ്പോൾ പറഞ്ഞ് എനിക്ക് ഈ പെൺകുട്ടിയെ കൊണ്ട് റിബേക്കായും കൊണ്ട് കൂട്ടിക്കൊണ്ട് പോവുകയാണ്. അങ്ങനെ ആ മൂപ്പൻ അവളെയും കൊണ്ട് അബ്രഹാം പിതാവിൻ്റെ അടുക്കിലേക്ക് പോവുകയാണ്. അപ്പോൾ ഈ എന്തെല്ലാം കാര്യങ്ങളാണ് ഇതിൽ നമ്മൾ ഈ ചെറിയ സംഭവത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. അബ്രഹാം പിതാവിൻ്റെ വിശ്വാസം, അബ്രഹാം പിതാവിൻ്റെ ആ മൂപ്പനെ ട്രസ്റ്റിലെടുക്കുന്നത്, അവന് കൊടുത്തിരിക്കുന്ന ഇൻസ്ട്രക്ഷൻസ്, അവരുടെ യാത്ര, മുൻകൂട്ടി തന്നെ ഒരു പെൺകുട്ടിയെ കണ്ടെത്തുമെന്നുള്ളത് അവൻ്റെ ഉറപ്പോടുകൂടി വള കൊടുത്തു വിടുന്നു, പൊന്നും വെള്ളിയും കൊടുത്തു വിടുന്നു. പെൺകുട്ടിയെ അവിടെ താമസിക്കാൻ അല്ലെങ്കിൽ മകനെ വിളിച്ച് അവിടെ വീട്ടിൽ കൊണ്ടുപോകാൻ അനുവദിക്കാതെ അവളെയും കൂട്ടിക്കൊണ്ടുവരും. ഇത് ആ അബ്രഹാം പിതാവിൽ നിന്ന്, ആ പിതാവിൽ നിന്ന് നമ്മൾ പഠിക്കുന്ന പാഠങ്ങളാണ്. ഞാൻ എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കുകയാണ്. വാർദ്ധക്യത്തിലുള്ളവരുടെ ജ്ഞാനം വിലപ്പെട്ടതാണ്. അതിനെ ആദരിക്കുവാൻ കഴിയണം. വരുന്ന തലമുറയ്ക്ക് ഒരുപാട് കാര്യങ്ങൾ അവരിൽ നിന്ന് പഠിക്കുവാനുണ്ട്. അതിന് ആ ഒരു ശ്രമവും താല്പര്യവും വളരുന്ന തലമുറയ്ക്ക് ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കുന്നു. ഇപ്പോൾ പിതാവായ ദൈവത്തിനും പുത്രനായ ദൈവത്തിനും പരിശുദ്ധാത്മാവായ ദൈവത്തിനും സകല ബഹുമാനവും ആകുന്നു.